സാറേ, അഫ്ഗാനിസ്ഥാനിൽ IS ഭീകരർ 14 ഷിയ മുസ്ലിങ്ങളെ കൊല്ലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ ഇറാഖിൽ നിന്ന് കർബലയിലെ ആരാധന കഴിഞ്ഞ് എത്തുകയായിരുന്നു. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വന്ന ഷിയ മുസ്ലിംസ് ഉണ്ട്, അവരെ വധിച്ചു. ശക്തമായ ആക്രമണമാണ് ISൻ്റെ. അപ്പോൾ ഇറാൻ പറയുന്നത് ഇവർക്കെതിരെ നടപടിയെടുക്കണം, ശക്തമായി ഇവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ടി വരും എന്ന് ഇറാൻ പറയുന്നു. താലിബാനും പറയുന്നു ഇവരെ തുടച്ചു നീക്കേണ്ടി വരും, IS ഭീകരരെ തുടച്ചു നീക്കണം. താലിബാനാണ് അവിടെ ഭരിക്കുന്നത്, അവരെ തുടച്ചു നീക്കേണ്ടി വരുമെന്ന് താലിബാൻ ഭരണകൂടവും പറയുകയാണ്. ഇറാൻ വളരെ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഇടപെടും, ഞങ്ങൾ ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് ഇറാനും പറയുന്നു. കാരണം ഷിയ രാജ്യമാണ് ഇറാൻ. സംഭവം ഹിസ്ബുള്ളിനെ വെച്ച് ലെബനനിൽ മറ്റവർ കളിക്കുന്നില്ലേ, ആര് പിന്നെ ഇറാൻ കളിക്കുന്നില്ലേ, തിരിച്ച് ഈ ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റാണ് മൊസാദ് ഈ പറയുന്ന IS എന്ന് പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലിലാണ്. ഇസ്രായേൽ ആ മേഖലയിൽ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പടച്ചുവിട്ട സാധനമാണ് ഈ ഹമാസ് എന്ന് പറയുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ അത് ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാനൊന്നും അതങ്ങനെ കാര്യമായിട്ട് എടുക്കാത്തത്. പക്ഷേ നമ്മൾ ഒരു കോൺസ്പിറസി തിയറി വരുമ്പോൾ അത് എല്ലാ ആംഗിളും പരിശോധിക്കണമല്ലോ. ഇവരുടെ അക്രമത്തിൻ്റെ പാറ്റേണൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന് സാധ്യത വളരെ കൂടുതൽ. ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ ടീമാണ് അവർ. ആളുകളെ പരസ്യമായി തല അതൊക്കെയാണ്. ഈ ലോകത്ത് എവിടെയും നിങ്ങൾക്ക് IS ആവാമല്ലോ. നിങ്ങൾ IS ആണ് മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പടം പൊട്ടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇസ്ലാമിന് വേണ്ടി ISൻ്റെ ഭാഗമായി ISൻ്റെ എന്താണ് പിന്നെ ആശയങ്ങളെ പ്രചോദനം ഞാൻ ചെയ്തു. ഇത് ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്, ഇതൊരു മാനസിക രോഗമാണ്. ഈ രീതിയിലുള്ള സാധനത്തിനെ ഈ പറയുന്ന ഇവരുണ്ടാക്കി വിട്ടാന്ന് പറയപ്പെടുന്നത്. ഞാൻ ആ പൂർണ്ണമായ തീയതി തള്ളിക്കളയുന്നൊന്നുമില്ല. അതിന് സാധ്യതയൊക്കെ ഉണ്ട്. ഇസ്രായേലിൻ്റെ കാഞ്ഞ ബുദ്ധിയാണ്. ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പറയുന്നത്. സാധ്യതയുണ്ട്. കാരണം കൊല ചെയ്യപ്പെട്ട ഷിയാക്കളാണ്. പാകിസ്ഥാന് ഈ പിന്നെ ഷിയാക്കൾ കൊല ചെയ്യപ്പെട്ടു. ഓക്കെ, ഷിയാക്കൾ കൊല ചെയ്യപ്പോൾ എന്താണ്, ഇറാൻ ഇപ്പം അവിടെ നിന്നുകൊണ്ട് സുന്നികളെയും കൂടെ കൂടിയിട്ട് ഇസ്ലാമിക ലോകത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഹെഡായി മാറാൻ ശ്രമിക്കുക. ലോകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള സാധനം ബേസിക്കലി കുറച്ച് ജനാധിപത്യത്തിൻ്റെ ഫ്ലേവറുള്ളൊരു പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടെങ്കിൽ അത് ഇറാനാണ്. അവിടെ ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അയാത്തുള്ള കുമ്പൈനി വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പോലും അവിടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കുറേ സ്ത്രീകൾ പട്ടാളത്തിലൊക്കെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി മത്സരിക്കുന്ന 2 പേരാണ് ഇപ്പോൾ ലോകത്തുള്ളത്. ഒന്ന് അയാത്തുള്ള കുമ്പൈനി, ഒന്ന് എർഡോഗനാണ്. എർഡോഗൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇയാൾ സുന്നി ആയതുകൊണ്ട് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടും. പക്ഷേ ഹിസ് നോട്ട് ആൻ അറബ്. ഇങ്ങേര് ഷിയാണ്. ഷിയാനെ നമുക്ക് ഈ സുന്നി മുസ്ലിങ്ങൾക്ക് നമ്മൾ പ്രവാചകനെയൊക്കെ നമ്മൾ വലിയ വർത്തമാനം പറയുമെങ്കിലും പ്രവാചകൻ്റെ കുടുംബത്തിനെ മുച്ചൂട് നശിപ്പിച്ച ആളുകളാണ് നമ്മൾ. പക്ഷേ നമുക്ക് പ്രവാചകന് ഭയങ്കര സംഭവമാണെങ്കിൽ പ്രവാചകൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ച ആളുകൾക്കെതിരെ പൊതുവെ ഷിയാക്കളെ നമുക്ക് കണ്ണെടുത്ത കണ്ടോളാം. അത് പ്രവാചകൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ആളുകൾ പിന്നെ എഴുതി വിട്ട പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയില്ലേ, മാർക്സിസത്തിൻ്റെ പല കൃതികളും റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ട് അതിൽ റഷ്യയുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അല്ലാതെ മാർക്സിൻ്റെ പല കാര്യങ്ങളും മാർക്സ് പറഞ്ഞ പോലെയൊക്കെ ഇവരുടെ താല്പര്യം അനുസരിച്ച് ഇവർ വളച്ചൊടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ നമ്മളിപ്പോൾ മദ്രസയെ പഠിപ്പിക്കുന്ന പല സാധനങ്ങളും ഹദീസുകളും എല്ലാം ക്രോഡീകരിക്കപ്പെടുന്നത് പ്രവാചകൻ്റെ മരണത്തിന് ശേഷമാണ്. അപ്പം അതുപോലെ ഇസ്ലാമിക ചരിത്രം എഴുതപ്പെടുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്ക് എന്ത് സംഭവിച്ചാൽ പ്രധാനപ്പെട്ട 4 ഖലീഫമാരുടെ കാലം കഴിയുമ്പോഴേക്കും ഭരണാധികാരം മോവിയ എന്നുള്ള ഒരു സഹാബി എന്നൊക്കെ പറഞ്ഞ അയാളയിലെത്തുന്നു. അയാളെ മോനാണ് യസീദ്. യസീദ് എന്ന് വെച്ചാൽ ഒരു കള്ളും കുടിച്ചാണ് അലവലാദിയാണ്. ഈ അലവലാദിയാണ് മോവിയയ്ക്ക് ശേഷം പിന്നെ ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി. ഇയാളാണ് മുഹമ്മദ് നബീൻ്റെ കൊച്ചുമോനെ തല വെട്ടിയത്, അരപ്പീഡിപ്പിച്ചു. അതോട് കൂടിയിട്ടാണ് ഓപ്പൺ യുദ്ധം നടക്കുന്നത്. ഈ അലി, ഈ മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവാണ് അലി, അദ്ദേഹത്തിൻ്റെ അനന്തരവും കൂടിയാണ്. ആദ്യത്തെ മുസ്ലിമാണ് അലി. അപ്പോൾ ഈ അലിയുടെ അനുയായികളാണ് അദ്ദേഹമായിരുന്നു രണ്ടാമത്തെ ഖലീഫായി വരേണ്ടത്, പ്രവാചകന് ശേഷം ഖലീഫായി വരേണ്ടത്. അദ്ദേഹം വരാതിരിക്കാൻ വേണ്ടി അബൂബക്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ ഭാര്യയുടെ പാപ്പാനെ പിടിച്ചാക്കി. പിന്നെ അത് കഴിച്ച് ഉമ്മറിനെ പിടിച്ചാക്കി. അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ എന്ന് പറഞ്ഞ ആളെ പിടിച്ചാക്കി. ഇവരൊക്കെ സഹാബിയങ്ങളൊക്കെ കണ്ടോ? അതിൻ്റെ സഹാബികൾ നബിയുടെ ശിഷ്യന്മാരൊക്കെയാണ്. പിന്നെ പക്ഷേ യോഗ്യന അലിയായിരുന്നു. അലീനെ മാറ്റിക്കൊണ്ട്. അപ്പോൾ അതിനെതിരെ അലിയുടെ ആളുകൾ ഒരു ഗ്രൂപ്പായി നിന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ അലീനെ കൊന്നതിന് പിന്നെ ഒരു പെണ്ണിൻ്റെ പ്രതികാരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതെങ്ങനെ സംഭവിച്ചു. ഞാൻ അന്ന് കണ്ണടച്ചാലെ വീങ്ങുന്ന ആളല്ല ഞാൻ. നിലവിൻ്റെയൊക്കെ മോവിയുടെ ഒക്കെ കൈ ഉണ്ടാവും.
അധികാരത്തിന് പിന്നെ അധികാരം പിടിക്കാൻ വേണ്ടി. എന്നിട്ട് പക്ഷെ അലിയുടെ 2 മക്കൾ ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഇവർ അവിടെയുള്ള കുഫയിലുള്ള ആളുകൾ ഇവരെ വിളിച്ചു, നിങ്ങളിവിടെ വന്ന് ഇവിടെ ഭയങ്കര വൃത്തികേടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ കൊച്ചുമോനെ കൊല്ലുന്നത്. ഇത് കൊച്ചുമോനെ കൊന്നിട്ട് ഈ യസീദ് എന്ന് പറഞ്ഞു പ്രവാചകന്റെ കൊച്ചുമോനെ തലങ്ങനെ തട്ടിക്കളിച്ചു എന്നാണ് പറയുന്നത്. അവനുണ്ടാക്കിയ അവൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ചരിത്രമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്. അതിൽ ഇവനെ ഇപ്പോഴും യസീദിനെ പറ്റി അങ്ങനെ ഒരു പരിധി കൂടുതൽ കുറ്റം പറയില്ല, മോവിയനെ പറ്റി കുറ്റം പറയില്ല. അവരൊക്കെ ഭയങ്കര സംഭവമാണ്. എന്നാലും ഇവർ പ്രവാചകന്റെ മക്കളെ കൊച്ചുമക്കളെ തള്ളി പറയില്ല. അതാണ് നമ്മളെ പ്രത്യേകത. അതിന് ശേഷമുള്ള ഷിയാക്കളെ നമ്മൾ തള്ളി പറയും, പിത്തിനുണ്ടാക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ സുന്നിയാണ്, അഭിഭാത്തപ്പെട്ട ആളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ പറയാനുള്ളത് നമ്മൾ പറയും. അതാണല്ലോ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. സത്യം പറയണമല്ലോ. നമ്മളെ അവിടെ പോയിട്ട് ഈ പറയുന്നതിനെ സെമിനാർ നടത്തി, അതല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തി, ലേഖനം എഴുതി, നിങ്ങൾ ചോദിച്ചുകൊണ്ട് എൻ്റെ ചരിത്രം പറഞ്ഞില്ല. ഇപ്പന്മാർ പോയിട്ട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ അടുത്തേക്ക് ഈ പറഞ്ഞ സാധനം കൊണ്ട് വന്നേക്കരുത്. ഏത് ഇവർ എഴുതി വെച്ച സാധനം നമ്മളെന്താ പറഞ്ഞു വന്നത്? അപ്പം ഷിയാക്കളുടെ ചരിത്രം. അപ്പോൾ ഈ ഷിയാക്കളെ ഒന്ന് മാന്തി കഴിഞ്ഞാൽ ഇറാൻ ചൂടാവും. അപ്പോൾ ഇറാൻ ഇതോട് കൂടിയിട്ട് ഈ പരിപാടിയിൽ നിന്നൊക്കെ തൽക്കാലം ഒന്ന് വലിയും, അല്ലെങ്കിൽ ഷിയാക്കളും ഈ സുന്നികളും തമ്മിൽ യുദ്ധം ഉണ്ടാവും. അങ്ങനെ ഷിയാക്കളും സുന്നികളും തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ട്, നമ്മൾ കാണാതിരിക്കേണ്ട. ഇത് അപ്പം താലിബാൻ ഇപ്പം വന്നിരിക്കുന്നത്, താലിബാൻ ഈ പറയുന്നതിൻ്റെ അത് അവർ നോക്കുന്നല്ലേ, അത് ഭരണാധികാരി ആൾ വെറുതെ പറയുന്ന. ഈ താലിബാൻ എന്ന് വെച്ചാൽ ബേസിക്കലി സുന്നികളാണ്, ഹാർഡ് കോർ എക്സ്ട്രീം സുന്നികളാണ്. ഇവർക്ക് ഷിയാക്കൾ വലിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ ഈ സുന്നികളല്ല ഇത്രയും കാലം ഷിയാക്കളെ കൊന്നുകൊണ്ടിരുന്നത്, അവർ തിരിച്ച് നമ്മളെയും കൊല്ലും. ഇത് പാകിസ്ഥാനിലല്ല നടക്കുന്നത്. സുന്നി മുസ്ലിങ്ങളെ ഷിയാക്കൾ കൊല്ലും, അല്ല സുന്നി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം, അവർ ഷിയാക്കളെ കൊല്ലും, ഇടക്കിടക്ക് ഇവിടുന്ന് തിരിച്ചടിക്കും. ഈ കുരിശ് യുദ്ധത്തെക്കാട്ടും കൂടുതൽ മുസ്ലിങ്ങൾ കൊലയപ്പെട്ട സുന്നി ഷിയ യുദ്ധത്തിലാണ്. കുരിശ് യുദ്ധത്തിൽ അത്ര കൊല ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഹിന്ദുക്കളൊന്നും കാര്യമായിട്ട് മുസ്ലിങ്ങളെ കൊന്നിട്ട് പോലും ഇല്ല. തിരിച്ചുപോയ കൂടുതൽ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നല്ലാതെ കൊന്നിട്ട് ഏറ്റവും കൂടുതൽ കുരിശ് യുദ്ധമാണ് നടന്നത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പൊട്ടഷൻ്റെ ആരും കത്തോലിക്കരും തമ്മിലെ യുദ്ധത്തിൽ ഏതാണ്ട് അത്ര തന്നെ ആളുകൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷിയാക്കളും സുന്നികളും തമ്മിലെ യുദ്ധത്തിൽ ഇതിലും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ പറയുന്നതിനൊന്നും കാര്യമില്ല. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ പുതിയ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമായിട്ട് വേണം കാണാൻ. താലിബാൻ ഇപ്പം അങ്ങനെ നിലപാടെടുക്കുന്നത് ബിക്കോസ് താലിബാൻ ഈസ് നോട്ട് എ നോൺ സ്റ്റേറ്റ് ആക്ടർ നൗ, ദേ ആർ നോ സ്റ്റേറ്റ് ആക്ടർ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇറാനാണ് അതിൽ കൺസേൺ. ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. അതുകൊണ്ടാണ് അവർ വന്ന് ഞങ്ങൾ ഇടപെടും, നടപടി എടുത്തില്ലെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. കാരണം ഈ IS-ന്റെ പ്രശ്നം, IS എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്യും. IS ഇപ്പോഴും ദുരൂഹമാണ്. IS-ന്റെ ഓറിജിനും IS-ന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ദുരൂഹമാണ്. അതാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മളെ മുന്നിൽ ഇപ്പോൾ IS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറി ബാഗ്ദാദി ഉണ്ടാക്കി, ഈ സദ്ദാം ഹുസൈൻ്റെ ഫോഴ്സിൽ നിന്ന് പിരിഞ്ഞു പോയ ജോലി നഷ്ടപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായി കൂടി. സദ്ദാം ഹുസൈൻ കുറച്ചുകൂടി ഈ മുസ്ലിം രാജാക്കന്മാരെ കുറച്ചുകൂടി പ്രോഗ്രസീവായ ആളാണ്, ക്രൂരതൊക്കെ ആയിരുന്നു. അപ്പോൾ സദ്ദാമിൻ്റെ കൂടെ പോയ ആളുകൾ ഇത്ര ക്രൂരത കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. IS എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹിറ്റ്ലർ പോലും ഇത്ര ക്രൂരനായിരുന്നു, അത്രയും ക്രൂരമായ സംഭവമാണ്. ഇസ്ലാമിൽ ക്രൂരരായ ഭരണാധികാരികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവരൊന്നും IS-നെ പോലെ അല്ല. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ക്രൂരന്മാരായി? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ നാറ്റിക്കാൻ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവർ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയല്ലേ? അല്ല, അത് അവർ പറയുന്നതല്ലേ. ഇവരെല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയാണ്, ക്രിസ്തു രാജ്യത്തിന് വേണ്ടി. ചില ആളുകൾ ക്രിസ്തു രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ ഇന്നസെന്റ് എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ ക്രിസ്തു രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നസെന്റ് വീട്ടിൽ പോയി കഥ കേട്ടില്ലേ? പക്ഷെ അവരൊന്നും ഇവരെ മുന്നിൽ ഒന്നുമല്ല, അവര് പ്രീച്ച് ചെയ്യുന്നല്ലോ. ഇതല്ല. അതിപ്പോൾ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി എന്ന് ആർക്കും പറയാം, പക്ഷെ അത് നിങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം. നിങ്ങളെ പ്രവൃത്തി ഇസ്ലാമിന് ഗുണമാണോ ദോഷമാണോ? ദോഷമാണ്, നാണം കെടുത്തുകയാണ്. ഇതൊരു ഭ്രാന്ത് പോലെ മാറില്ലേ? IS-നെ കണ്ടിട്ടാണ് നിങ്ങൾ ഒരു നിഷ്പക്ഷനായിട്ട് ഇസ്ലാമിനെ വിലയിരുത്തിക്കും. നിങ്ങളുടെ മുന്നിലുള്ള സ്പെസിമാൻ IS ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇസ്ലാമിനെ പിന്നെ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഭയക്കുകയും വെറുക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യും. ഈ മാനസിക രോഗമാണ് ഈ സാധനം. വെറുതെ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ വെറുതെ വെടിവെച്ച് കൊല്ലുക, പഴയ ക്ഷേത്രങ്ങളൊക്കെ പള്ളികളൊക്കെ പൊളിച്ചു കളയുക, പെണ്ണുങ്ങളെ ലേലത്തിന് ചെയ്ത് വിൽക്കുക, ആളുകളൊക്കെ തോക്കൊണ്ട് പിടിച്ച് അവർ കൈത്തറത്ത് കൊല്ലുക. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രാകൃതമായ ഒരു തിരിച്ചുപോക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? അതെ, ഇപ്പൊ ഈ നമ്മൾ ഇസ്ലാമിന്റെ അടുത്ത് നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് പറയും. ഇസ്ലാമിന്റെ പ്രവാചകന് മുമ്പുള്ള അറബികളെല്ലാം അത് ഒടുക്കത്തെ അടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും ഒരു മതം ഉണ്ടാക്കി അതിന് സമാധാനം എന്ന് വരുള്ളൂ. നമ്മളെ ജീവിതത്തിൽ അത്യാവശ്യം സമാധാനമുണ്ട്. പ്രവാചകൻ അങ്ങനെ ഇടാൻ കാരണം അറബികൾക്ക് ഇല്ലാത്ത സാധനം സമാധാനമാണ്. അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് സമാധാനം എന്ന വലിയ സംഭവമാണ്. അതാണ് അവിടെ ഇസ്ലാമിന്റെ പ്രസക്തി. ഇവന്മാർ അടി എന്ന ഭൂലോക പരസ്പരം അടിക്കുന്ന ടീമാണ്, അടിയോടടിയാണ്. ഇനിയിപ്പം ഈ പറയുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും
ഇസ്മായിലിനെ പറ്റി പറയുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ ഇസ്മായിലിൻ്റെ പരമ്പരപ്പെട്ടാണ് മുസ്ലിങ്ങൾ എന്നാണ് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത്. അത് എന്താണ് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത്. ആ സ്റ്റോറീസ് വായിച്ചാലും ഇവരെ താവഴി വായിച്ചാലും നമുക്കങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഈ കഥകളെല്ലാം തന്നെ സമാനമാണ്. പക്ഷേ ക്രിസ്ത്യാനികളും ജൂതന്മാരും പറയുന്നത് വെച്ചാൽ ഇത് കണക്ട് ചെയ്യുന്ന ലിങ്കൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കില്ല. അതെന്തെങ്കിലാണ് അവരുടെ സൗകര്യം. ഈ കഥകൾ മുസ്ലിംസ് കഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇസ്മായിലിൻ്റെ മക്കളെ പറ്റി പറയുന്നുണ്ട് ബൈബിളിൽ. നിന്റെ കൈ ലോകത്തെ എല്ലാവർക്കും എതിരായിരിക്കും, ലോകത്തെല്ലാവരുടെയും കൈ നിനക്കെതിരായിരിക്കും എന്ന് പറയുന്നത്. അത് ബേസിക്കലി അറബികളുടെ സ്വഭാവമാണ്. പക്ഷെ IS ഇതല്ല. ഇസ്ലാം ലോകത്ത് ഒരുപാട് ഭരിച്ച സമയത്തും ജൂതന്മാരോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടുള്ളത് മുസ്ലിങ്ങളാണ്. ഇത് മുസ്ലിങ്ങൾ കുറച്ച് ആശയമായിട്ട് ഇടപെട്ട ഒരേ ഒരു വിഭാഗം എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളാണ്. അല്ലെങ്കിൽ ഹിന്ദുക്കൾ പൊതുവെ സമാധാനപ്രിയരായ ആളുകളാണ്. ആ സമാധാനപ്രിയരായ ആളുകളെ പിന്നെ ഈ രീതി ആക്രമിച്ച് കീഴടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇസ്ലാം അവിടെ തുർക്കികൾ ലോകം കീഴടക്കാൻ തീരുമാനിച്ചപ്പോൾ അവരിവിടെ വന്ന് ഒരുപാട് അട്രോസിറ്റീസ് കാണിച്ചിട്ടുണ്ട്. അറബികൾ ആദ്യം വന്ന സിന്ധ് കീഴടക്കി അവരങ്ങ് പോയത്, അവർ പിന്നെ വന്നിട്ടില്ല. അതാണ് കൂടുതൽ ഒരു ഇസ്ലാമിക് ഫോമായിട്ടുള്ളൊരു ഒരു അക്രമം ഉണ്ടായത്. ബാക്കി തുർക്കികൾ നടത്തിയ അക്രമമാണ്. അപ്പം ഈ പറയുന്ന പോലെ അങ്ങനെ അത്ര ബീബൽസും വൃത്തികെട്ടായാലും അത് നല്ല ഇസ്ലാം. അങ്ങനെ ഫീല് നമുക്കുണ്ട്. ഇപ്പം ചിലരൊക്കെ IS ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീല് നമ്മൾ ഉണ്ടാക്കാൻ ഇത്തരം തീവ്രവാദികൾ കഴിയുന്നുണ്ട്. അതിലേറ്റവും ഭീകര രൂപമാണ് IS. അവരൊരു ഗുണം ഇസ്ലാമിന് ചെയ്യുന്നില്ല, ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒറിജിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. പക്ഷേ ആ സംശയം പങ്കുവെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇവിടെയുള്ള ഈ അതിനേക്കാട്ടും വലിയ മതരാഷ്ട്രവാദികളെ വേറൊരു കൂട്ടം വിഭാഗങ്ങളാണ് ഇത് ഇവിടെ പറയുന്നു എന്നുള്ളതുകൊണ്ട്. ഓക്കെ.